ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടിപ്സാണ്. ഇപ്പം വീട്ടമ്മമാർക്കെല്ലാം വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നമുക്കത് എന്താണെന്ന് നോക്കാം. ഇപ്പം രാവിലെ എഴുന്നേറ്റ് വന്നാൽ നമ്മുടെ കിച്ചണിൽ നമുക്ക് ഒന്ന് അടുപ്പിൽ തീ കത്തിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പുകയില്ലാത്ത അടുപ്പൊക്കെ ഉണ്ടല്ലോ, അതിനകത്തുനിന്ന് തീ കത്തിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യും, ഉടനെ അങ്ങ് ഗ്യാസ് കത്തിച്ച് നമ്മൾ ഓരോന്ന് ചെയ്യും. ഇപ്പം ഗ്യാസിൻ്റെ വിലയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, എന്തുമാത്രം വിലയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഖജനാവൊക്കെ നമ്മുടെ കാലിയായിക്കൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ ഈ ട്രിക്ക് ഒന്ന് നോക്കിയാലും നമുക്ക് കുറച്ച് കിട്ടുന്നതായ ഈ സാധനം നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതായ മണ്ണെണ്ണ, അതിപ്പോൾ അമൂല്യമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. 3 മാസത്തിലൊരിക്കലാണ് നമുക്ക് കിട്ടുന്നത് 1 ലിറ്റർ മണ്ണെണ്ണ. അതിപ്പോഴാണ് അങ്ങനെയൊക്കെ ആക്കിയത്. മറ്റേത് 1/2 ലിറ്റർ മാസം തോറും തന്നുകൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ അത് വെച്ച് നമുക്ക് 1 ലിറ്റർ മണ്ണെണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് 1 വർഷം വരെ അത് തീയരിക്കാനായിട്ട് സാധിക്കും. അതപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും തീ കത്തിക്കാനൊക്കെ ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് അല്ലേ. ഇപ്പം രാവിലെ എഴുന്നേറ്റ് വന്ന് ചാമ്പലൊക്കെ വരുമെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ജോലിയായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. പിന്നെ ചാരം വാരിക്കഴിഞ്ഞാലോ പിന്നെ എന്ന് വെച്ചാൽ തീ കത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു പാടുള്ള കാര്യമാണ്. അപ്പം ഈ ചാരം വാരുമ്പം തന്നെ അതിനകത്തുള്ള കനലൊക്കെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഒരു ചിരട്ടയ്ക്കകത്തോട്ട് അന്നെന്നുള്ളതിങ്ങനെ എടുത്തു വെക്കണം. എന്നിട്ട് ബാക്കി ചാരമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മളെ കൃഷിക്കൊക്കെയാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമ്മളൊരു പാത്രത്തിനകത്താക്കി വെച്ചിരുന്നാൽ നമ്മുടെ കൃഷികൾക്കൊക്കെ നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. ഇപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ എല്ലാ കാര്യവും പറയണമല്ലോ. കുറച്ച് ചാരം നമ്മൾ ഒരു ചിരട്ടയ്ക്കകത്തോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിരട്ടയ്ക്കകത്ത് കുറച്ച് ചാരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെച്ചിരുന്നാൽ നമുക്ക് തീ കത്തിക്കാൻ എടുക്കാം. അതുപോലെ കുറച്ച് ഇങ്ങനെ കനൽ വെച്ചിരുന്നാൽ നമുക്ക് തീ കത്തിക്കാനായിട്ട് എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കോഴിയെ വളർത്തുന്നവരുടെയൊക്കെ വീട്ടിൽ ഈ അറക്കപ്പൊടി അല്ലെങ്കിൽ ചീവുതൊലി എന്ന് പറയും. ഇതൊക്കെ നമ്മുടെ കോഴിക്കുട്ടി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന സാധനമാണ്. ഇപ്പോൾ അറക്കപ്പൊടിയാണെന്നുണ്ടെങ്കിലും ചീവുതൊലിയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ തീ എരിക്കാനായിട്ട് ഈസി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 3 കാര്യങ്ങൾ. ഇതിന് ഏത് മെത്തേഡ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ സാനിറ്റൈസറൊക്കെ വാങ്ങുന്ന ഇതേപോലത്തുള്ള ബോട്ടിലുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ. അതുപോലെ തന്നെ വിമ്മൊക്കെ വാങ്ങിക്കുന്ന ബോട്ടിലുകളൊക്കെ ഉണ്ട്, ലിക്വിഡ് വിമ്മൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കുപ്പിക്കകത്തോട്ട് നമ്മൾ ആവശ്യത്തിന് മണ്ണെണ്ണ ഒഴിച്ച് വയ്ക്കുക. ഇപ്പം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മണ്ണെണ്ണയൊക്കെ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടാൻ വലിയ പാടാണ്. 3 മാസം കൂടുമ്പോഴാണ് നമുക്ക് 1 ലിറ്റർ മണ്ണെണ്ണ കിട്ടുന്നത്, അല്ലെങ്കിൽ 1/2 ലിറ്റർ മണ്ണെണ്ണ കിട്ടുന്നത്. അപ്പോൾ അതിനെ നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ നമുക്ക് കുറേ കാലം അടുത്ത ട്രിപ്പ് മണ്ണെണ്ണ കിട്ടുന്നത് വരെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മളാണ്ട് പാത്രം കഴുകുന്ന പ്രില്ലിൻ്റെ ഇങ്ങനത്തുള്ള ബോട്ടിൽ കിട്ടും, അതുപോലെ വിമ്മിൻ്റെ ബോട്ടിൽ കിട്ടും. ഇതൊക്കെ നമ്മൾ ഒന്ന് കഴുകിയിട്ട് എടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഡെറ്റോൾ ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കാം. അതുപോലെ വിനീഗർ ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിരുന്നാൽ കൗണ്ടർ ടോപ്പിൽ ഈ ഈച്ചകളൊന്നും വരാതെ നമുക്ക് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് തുടയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊന്നും ഇനി കളയാതെ നിങ്ങൾ ഒരുപാടൊന്നും എടുത്ത് വെക്കണമെന്നില്ല, അത്യാവശ്യം ഒരു 3-4 എണ്ണമെങ്കിലൊക്കെ എടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള യൂസിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 1 ലിറ്റർ മണ്ണെണ്ണ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് മാറ്റി അങ്ങ് വെച്ചേക്കാം. അപ്പോൾ ഒരുപാട് ഇരിക്കുന്ന കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറേ എടുത്തങ്ങ് ഒഴിക്കും. അപ്പോൾ ഇതേപോലെ നമ്മളൊരു കൊച്ചു ബോട്ടിനകത്തൊക്കെ ആക്കി വെച്ചിരുന്നാൽ നമ്മൾ ആവശ്യത്തിന് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഇതിപ്പം പുറത്തൊക്കെ നമുക്ക് പോയി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ മണ്ണെണ്ണയ്ക്കൊക്കെ ഒരുപാട് വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന സംഗതികൾ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ അത് നമുക്ക് പൈസ നമുക്ക് ലാഭിക്കാനായിട്ട്, നമ്മുടെ ഖജനാവൊക്കെ കാലിയാവാതെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് എങ്ങനെയാണ് തീ കത്തിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ 3 രീതിയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ സ്വല്പം ചാരം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാരത്തിനകത്തോട്ട് സ്വല്പം മണ്ണെണ്ണ നമുക്ക് അങ്ങോട്ട് സ്പ്രേ ചെയ്യാം. കണ്ടോ, ഇത്രയും ആവത്തോളം നമുക്ക് മണ്ണെണ്ണ. അല്ലെങ്കിൽ നമ്മൾ കുപ്പിയോട് എടുത്ത് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുറേ എടുത്തങ്ങ് ചരിക്കാം. അപ്പോൾ നമ്മളിത് അടുപ്പിൻ്റെ നടുക്കോട്ട് വെച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ കത്തിക്കാം. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ ഇതങ്ങോട്ട് വെച്ച് കൊടുക്കുക, ഇങ്ങനെ അടുപ്പിലോട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ കൊച്ചു വിറവുകളുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്തു നിന്നൊക്കെ നമുക്ക് കൊച്ചു വിറവുകൾ നമുക്കിങ്ങനെ അടർത്തി എടുക്കാനായിട്ട് സാധിക്കും. അതങ്ങോട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ചെറുതായിട്ട്. ആ തീയുടെ മണ്ടയ്ക്കോട്ടിടാതെ ഒതുക്കി അങ്ങോട്ട് വെച്ച് കൊടുക്കണം. അത് ചൂട് കൊണ്ട് ഇതെല്ലാം ഇരുന്നങ്ങ് പയ്യെ കനലായിട്ട് ഇരുന്നങ്ങ് കത്തിക്കൊണ്ടേയിരുന്നുള്ളൂ. അങ്ങനെ പയ്യെ നമ്മൾ ഓരോ കൊച്ചു വിറവുകളാണ് ആദ്യം വെച്ച് കൊടുക്കാനായിട്ട്. പിന്നെ നല്ലതുപോലെ കത്തിക്കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ വലിയ വിറവുകൾ വെച്ച് കൊടുക്കാനായിട്ട്.
അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് വയ്ക്കാം. ഒരിക്കലും പ്ലാസ്റ്റിക് ഒന്നും നമ്മുടെ അടുപ്പിൽ തീ കത്തിക്കാനായിട്ട് യൂസ് ചെയ്യരുത്. അത് നമുക്ക് പല അസുഖങ്ങളും ഉണ്ടാക്കും. ഈ പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ കത്തിച്ച് ശ്വസിച്ചാൽ. അതുപോലെ തന്നെയാണ് കനൽ. കണ്ടത് നമ്മുടെ അടുപ്പിൽ നിന്ന് വാരിയ ചാരത്തിൽ നിന്നും വാരുന്ന കനലാണിത്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് കണ്ടൊരു സ്വല്പം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതെ, ഇത് നല്ല വിളക്കോലിരുന്ന് അങ്ങ് കത്തിക്കോളും. അപ്പോൾ ഒരു ചിരട്ട മതി. 3 കത്തിക്കുന്ന രീതി ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ നിങ്ങളെ. ഇതേപോലെ നിങ്ങൾക്ക് ഇനി ചീവിതോലിയും ഇല്ല, ചാരവും ഇല്ല, പിന്നെ കനലും ഇല്ല എന്നുണ്ടെങ്കിൽ പേപ്പറുകൾ ചുരുട്ടി ഇങ്ങനെ ചിരട്ടയ്ക്കകത്ത് വെച്ചിട്ടും അല്ലെങ്കിൽ അടുപ്പിനകത്ത് ഇട്ടിട്ടും നമുക്ക് ഇതേപോലെ കത്തിച്ചെടുക്കാമെന്നുള്ള. കണ്ടില്ല, ഇത് തന്നെ സമ്പ്രദായമല്ല. ഇതും അങ്ങ് കത്തിച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് നല്ലതുപോലെ തീ കത്തിയതിന് ശേഷം നമ്മുടെ കലം എടുത്ത് നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം. അപ്പം മനസ്സിലായില്ലേ എങ്ങനെ അടുപ്പ് കത്തിക്കുന്നതെന്നുള്ളത്. ആദ്യമൊക്കെ ഇച്ചിരി പുകയൊക്കെ ഉണ്ടാകും, പിന്നെ പെയ്യെ പെയ്യെ അത് അവിടെ ഇരുന്ന് അങ്ങ് കത്തിക്കോളും. അപ്പം കണ്ടല്ലോ നമ്മുടെ തീ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം വെള്ളം നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രം നമുക്ക് അരി കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം അരി പിന്നെ അതങ്ങോട്ട് നല്ല ചൂടാകുമ്പോൾ നമുക്ക് കുടിക്കാനുള്ള വെള്ളവും കൂടെ അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്താൽ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗ്യാസിനൊക്കെ ഭയങ്കര വിലയാണെന്നുള്ളത്. അപ്പം കഴിവതും നമ്മൾ അടുപ്പിൽ തീ കത്തിക്കുക. എന്നിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഭക്ഷണങ്ങളൊക്കെ എന്ന് വെച്ചാൽ ചോറോ മീൻകറിയോ ഒക്കെ നമുക്ക് അടുപ്പിൽ വെക്കാവുന്നതൊക്കെ അടുപ്പിനകത്ത് വെക്കുക. അപ്പോൾ ഒരുപാട് ഗ്യാസൊക്കെ നമുക്ക് യൂസ് ചെയ്യാതെ ഇപ്പോൾ 1000 രൂപ കൊടുത്താൽ മാത്രമേ ഒരു സിലിണ്ടർ നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ മേളിൽ നമുക്ക് ഒരു നേരം വെള്ളം കൂടെ വയ്ക്കാം. അപ്പം നമ്മുടെ അടുപ്പിൽ നല്ലതുപോലെ തീ കത്തി കഴിഞ്ഞ് കണ്ടോ. അപ്പം 2 വിറവേ നമ്മൾ അതിനകത്ത് വെച്ചിട്ടുള്ളൂ, എങ്കിലും നല്ല രീതിയിൽ കത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആലുവ അടുപ്പൊക്കെ രാവിലെ എഴുന്നേറ്റ് കത്തിച്ചെടുക്കുകയെന്ന് വെച്ചാൽ വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് കത്തിച്ച് നോക്കിയാൽ നമ്മുടെ പണി അങ്ങ് പെട്ടെന്നാവും. ഇപ്പം കണ്ട അടപ്പ് തുറന്നപ്പോഴത്തേക്ക് വെള്ളമൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്നതായ അരി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കുടിക്കാനുള്ള വെള്ളം കൂടെ നമ്മൾ അതിൻ്റെ മുകളിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ അരിയുടെ അടപ്പങ്ങ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഈ ചരുവം വെച്ച് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അവിടെ ഇരുന്ന് നല്ലതുപോലെ അങ്ങ് ചൂടാവും. അപ്പോൾ അരി വേകുമ്പോഴത്തേക്ക് നമ്മുടെ വെള്ളവും ചൂടാവും. അഥവാ തിളച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസിലോട്ട് ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി, നമ്മുടെ വെള്ളവും തിളച്ച് കിട്ടും. ഇത്രയേ ഉള്ളൂ പണി. ഇപ്പം നമ്മൾ അവിടെ ചീവിതൊലി വെച്ചുള്ള സമ്പ്രദായം ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അത് നമ്മൾ വെച്ചിട്ടില്ല. അല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് തീ കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം 2 വിറവേ നമ്മളതിനകത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് വിറവൊന്നും ഇതിനകത്ത് വാരി വലിച്ച് വെക്കേണ്ട കാര്യവുമില്ല. 2 വിറക് നല്ല വിളക്ക് പോലെ ഇരുന്ന് അങ്ങ് കത്തിക്കോളും. ഇടയ്ക്കൊക്കെ നമ്മൾ വന്നൊന്ന് നോക്കിയാൽ മതി. പിന്നെ നമുക്ക് ഇനി നമ്മുടെ ബാക്കി പണികളൊക്കെ ചെയ്യാം. ഇപ്പം മീനൊക്കെ വെട്ടിക്കഴുകി കൊണ്ട് വെച്ചാൽ ഈ അരി വേകുമ്പോഴത്തേക്ക് നമുക്ക് മീൻ കറിയും വെക്കാം. അപ്പോൾ നമുക്ക് അത്രയും ഗ്യാസോടെ ലാഭമായില്ലേ. അപ്പം നല്ല എളുപ്പപ്പണിയാണല്ലോ. അപ്പം ഇതിനകത്ത് ഇച്ചിരി വിമ്മോ അല്ലെങ്കിൽ നമ്മുടെ വിനീഗറോ എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ വിമ്മ നമ്മൾ പാത്രം കഴുകുന്നതിന് ബാക്കി ഒരു തുള്ളി ഇരുന്നാലും അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് അവിടെ ഇവിടേക്ക് ഒന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ 1-2 തുള്ളി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് ഈ കൗണ്ടർ ടോപ്പ് എല്ലാം തുടച്ചെടുക്കാനായിട്ട് സാധിക്കും. നല്ലതുപോലെ അങ്ങ് തുടച്ചെടുക്കണം. നമ്മുടെ എന്തെങ്കിലുമൊക്കെ അണുക്കളോ ഉറുമ്പോ പാറ്റയോ ഒക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അണുക്കളെല്ലാം അങ്ങ് പോയി കിട്ടും. എന്ന് നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെയൊക്കെ വന്നൊന്ന് വൃത്തിയാക്കാമെങ്കിൽ എല്ലാം നല്ല ശുദ്ധമായിട്ട് അങ്ങ് ഇരുന്നോളും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടിപ്സ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ വേറൊരു ടിപ്സ് ഞാൻ മീൻ ക്ലീൻ ചെയ്യുന്ന ഒരു ടിപ്സ് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്കിലും യൂട്യൂബിലുമായിട്ട് കുറേ ആൾക്കാർ കാണുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ടിപ്സ് നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ ഒരു ഫ്രണ്ടായ ബീനയാണ്. അപ്പം ബീനയ്ക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനിയും ഇതേപോലെയുള്ളതായ ടിപ്സുകൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ ഇതേപോലെ നമുക്ക് വീഡിയോ ഒക്കെ ആയിട്ട് ഇട്ടാൽ എല്ലാവർക്കും അത് പ്രയോജനപ്പെടുന്നതായിരിക്കും. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അതുപോലെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലും കൂടെ ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.